നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മോണിറ്ററി പോളിസിയാണ്. മോണിറ്ററി പോളിസിക്ക് പോകുന്നതിന് മുന്നേ രണ്ട് കാര്യം പറയാം. നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത് ഒരു ഹെൽത്ത് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സാമ്പത്തിക സംവിധാനം നിലവിൽ വരാൻ വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്ത് രണ്ട് തരം പോളിസികളുണ്ട്. അത് ഒന്ന് മോണിറ്ററി പോളിസി, രണ്ടാമത്തത് ഫിസ്ക്കൽ പോളിസി. മോണിറ്ററി പോളിസി ഡിസ്കസ് ചെയ്യാം. ഫിസ്ക്കൽ പോളിസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് നേരിട്ട് നടത്തുന്നതാണ്. അതായത് ടാക്സേഷൻ, അതുപോലെ തന്നെ ബഡ്ജറ്റ്, ഇതൊക്കെയാണ് ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. സെൻട്രൽ ഗവൺമെൻറ് നേരിട്ട് നടത്തുന്ന, അതിൽ സെൻട്രൽ ഗവൺമെൻറ്റാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇനി മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോമ്പണന്റ് ഓഫ് എക്കണോമിക് പോളിസി ത്രൂ വിച്ച് സെൻട്രൽ ബാങ്ക് റെഗുലേറ്റ് ദ മണി സപ്ലൈ ഇൻ ദ കൺട്രി. ദാറ്റ് മീൻസ്, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഈ രണ്ടാമെന്ന് പറഞ്ഞത് മണി സപ്ലൈ, നമ്മുടെ നാട്ടിലേക്ക് ഒഴുകുന്ന മണിയുടെ ഒഴുക്ക് സെൻട്രൽ ഗവൺമെൻറ് കൺട്രോൾ ചെയ്യുന്നു അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യപ്പെടുന്നു. സെൻട്രൽ ബാങ്കാണ്, സെൻട്രൽ ഗവൺമെൻറ് അല്ല. ആദ്യത്തെ ഫിസ്ക്കൽ പോളിസി എന്ന് പറഞ്ഞാൽ സെൻട്രൽ ബാങ്കാണ്, സെൻട്രൽ ഗവൺമെൻറ്റാണ്. മോണിറ്ററി പോളിസി കംപ്ലീറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് ആർക്കാണ്? സെൻട്രൽ ബാങ്ക്, അതായത് നമ്മുടെ RBIക്കാണ്. അതായത് മണി സപ്ലൈ കൺട്രോൾ ചെയ്യും. എങ്ങനെയാണ് മണി സപ്ലൈ? എന്താണ് മണി സപ്ലൈ? ആദ്യം പറയാം. നമ്മൾ പലതരത്തിൽ മണി ഇങ്ങോട്ട് ഒഴുകും. ഒന്നെന്ന് പറഞ്ഞിട്ട് നമ്മൾ കൂടുതൽ എക്സ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ ഗോതമ്പ് അല്ലെങ്കിൽ നെല്ല് അല്ലെങ്കിൽ നമ്മുടെ സോഫ്റ്റ്വെയർ ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ വെപ്പൺ ട്രേഡ്, ഇതൊക്കെ നടത്തുന്ന സമയത്ത് നമുക്ക് പുറത്തുനിന്ന് ഒരുപാട് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ പുറത്തെ പണം നമ്മുടെ ഇന്ത്യയിലേക്ക് വരും. ഇപ്പോൾ ഡോളർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും യൂറോയോ അല്ലെങ്കിൽ മറ്റ് രാജ്യത്തിൻ്റെ പണം നമ്മുടെ രാജ്യത്തേക്ക് വരും. ഇനി അതേപോലെ തന്നെ നമ്മൾ ഈ പുറത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർ റെമിറ്റാൻസസ് ഇങ്ങോട്ട് പണം അയക്കുന്ന സമയത്ത് നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വരും. അപ്പോൾ ഇങ്ങനെ മണി സപ്ലൈ കൂടും. അപ്പോൾ ഈ മണി സപ്ലൈ കൂടുന്ന സമയത്ത് എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെ കയ്യിലും പൈസ ആവുന്ന സമയത്ത് ഇവിടുത്തെ മെറ്റീരിയൽസിന് മുഴുവൻ ഡിമാൻഡ് കൂടും. അപ്പോൾ ഒരു കിലോ ഉള്ളിക്ക് ഇന്ന് 40 രൂപയാണെന്ന് വിചാരിക്കാം. 40 രൂപയാകുമ്പോൾ നാളെ നോക്കുമ്പോൾ എല്ലാവരും വരുന്നു. 40 രൂപ ഉള്ളി വാങ്ങാൻ വേണ്ടിയിട്ട് ഇന്ന് 10 പേരാണ് വരുന്നതെങ്കിൽ നാളെ ഈ ഉള്ളി വാങ്ങാൻ വേണ്ടിയിട്ട് 100 പേര് വരും, അല്ലെങ്കിൽ 200 പേര് വരും. കാരണം എല്ലാവരുടെ കയ്യിലും പൈസയായി. അപ്പോൾ എന്ത് സംഭവിക്കും? വില അങ്ങ് കൂട്ടും. സ്വാഭാവികമായിട്ടുള്ളൊരു പ്രതിഭാസമാണ് ഇത്. കുറച്ച് വേറൊരു ടോപ്പിക്ക് നമ്മൾ പഠിക്കേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ സംസാരിക്കാൻ പോകുന്നത് മോണിറ്ററി പോളിസിയും അതിൻ്റെ ടൂൾസിനെ കുറിച്ചിട്ടാണ്. എങ്ങനെയാണ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ വർക്ക് ചെയ്യുന്നത്, ഇൻഫ്ലേഷൻ വർക്ക് ചെയ്യുന്നത്, വേറൊരു ടോപ്പിക്കാണ്. പക്ഷേ ഞാൻ ജസ്റ്റ് ഒരു ഹിൻഡ് തരികയാണ്. അതായത് 40 രൂപയുടെ ഒരു ഉള്ളി 10 പേര് വാങ്ങുന്ന സമയത്ത് 40 രൂപയും, അത് 100 പേര് 200 പേരിലേക്ക് ആവുന്ന സമയത്ത് അതിൻ്റെ വില കൂടാൻ സാധ്യതയുണ്ട്. എങ്ങനെയാണ് 100-200 പേരും വരുന്നത്? എല്ലാവരുടെ കയ്യിലും പൈസയായി. എങ്ങനെ പൈസ വന്നു? ഈ എക്സ്പോർട്ട് ചെയ്ത് നമ്മളെ കയ്യിലേക്ക് പൈസ വന്നു. അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് നമ്മുടെ കുടുംബക്കാരൊക്കെ, നമ്മൾ വെറുതെ ദാരിദ്ര്യത്തിലിരിക്കുകയാണ്, നമ്മുടെ മകനോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും സുഹൃത്തുക്കളോ കുടുംബക്കാരൊക്കെ ഗൾഫിലേക്ക് പോയി, അല്ലെങ്കിൽ എവിടെയും അമേരിക്കയിൽ പോയി അവർ പൈസ കിട്ടും. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? നമ്മളതിൽ പൈസ വന്നു, നമ്മളെല്ലാവരും ടൗണിലേക്ക് ഇറങ്ങി. അപ്പോൾ എന്ത് സംഭവിച്ചു? പെട്ടെന്ന് വില കൂടുന്ന സമയത്ത് എന്ത് സംഭവിക്കും? 40 രൂപ എന്നുള്ളത് 80 രൂപ അല്ലെങ്കിൽ 90, 100 രൂപ. ഒരു കിലോ ഉള്ളിക്ക് 40 രൂപയാണെങ്കിൽ അത് 80, 30 രൂപ, 40, 80, 100 ഒക്കെ ആകുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് പിടിച്ചിരിക്കാൻ പറ്റും. നമ്മുടെ എക്കണോമിക് ഗ്രോത്തിനെ സാരമായിട്ട് ബാധിക്കും. എക്കണോമിക് സ്റ്റെബിലിറ്റി ഇല്ലാതെയോ. അപ്പോൾ ഇത് കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നതാണ് RBIയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം. മോണിറ്ററി പോളിസി ആണ് RBIയുടെ ഉത്തരവാദിത്തം. മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ കോമ്പോണന്റ് ഓഫ് എക്കണോമിക് പോളിസി ദാറ്റ് ത്രൂ ഇൻ വിച്ച് സെൻട്രൽ ബാങ്ക് റെഗുലേറ്റ് ഓർ കൺട്രോൾ മണി സപ്ലൈ ഇൻ ദ എക്കണോമി. ഇങ്ങനെയുള്ള മണി സപ്ലൈ കൺട്രോൾ ചെയ്യാണ്. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഞാൻ പറഞ്ഞു, ഒന്ന് എക്കണോമിക് ഗ്രോത്താണ്, പ്രൈസ് സ്റ്റെബിലിറ്റിയാണ്. അപ്പോൾ ഈ മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ്. ഒന്ന് ക്വാളിറ്റേറ്റീവ് മെഷറും ക്വാണ്ടിറ്റേറ്റീവ് മെഷറും. ഈ ക്വാണ്ടിറ്റേറ്റീവ് മെഷർ എന്ന് പറയുന്നത് ജനറൽ മെഷർ, അതാണ് പൊതുവേ നമ്മൾ ഉപയോഗിക്കുന്നത്. ക്വാളിറ്റേറ്റീവ് മെഷറും ഉണ്ട്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വാണ്ടിറ്റേറ്റീവ് മെഷറിലെ പ്രധാനപ്പെട്ട രണ്ടാണ്. ക്വാണ്ടിറ്റേറ്റീവ് മെഷറിൽ പൊതുവേ പറയുന്നത് CRR ഉണ്ട്, SLR ഉണ്ട്, ബാങ്ക് റേറ്റ് ഉണ്ട്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ഉണ്ട്, ലിക്വിഡ് സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി ഉണ്ട്. ലിക്വിഡ് സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റിവർ. ഇപ്പം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ന്യൂസിൽ കേൾക്കും RBI റിപ്പോ റേറ്റ് കുറച്ച് കൂട്ടി നമ്മൾ വേറെ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ SLRഉം CRRഉം ആണ്. ഇപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് SLRഉം CRRഉം. CRR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാഷ് റിസർവ് റേഷ്യോ. എന്താണ്? ഇറ്റ് ഈസ് എ പെർസെൻറ്റേജ് ഓഫ് ഡിപ്പോസിറ്റ് എന്ന് പറയുന്ന സമയത്ത് ഡിപ്പോസിറ്റ് ദാറ്റ് കീപ്പ് വിത്ത് RBI. ഓക്കെ, അതായത് എൻ്റെ കയ്യിൽ ഒരു 10,000 കോടി രൂപയുണ്ട്. ഞാൻ SB ആണ്, ഇപ്പോൾ കോഴിക്കോട് സിറ്റിയിൽ ഒരു SB ആണ്. എൻ്റെ കയ്യിൽ 10,000 കോടി രൂപയുണ്ട് വിചാരിക്കുക. അപ്പം ഞാൻ എന്ത് ചെയ്യണം? RBI പറഞ്ഞു നമുക്ക് ഇൻഫ്ലേഷനാണ്, RBI ഗവർണർ ഇൻഫ്ലേഷനാണ്, നിങ്ങളൊരു 10,000 കോടി രൂപയിൽ 3,000 കോടി രൂപ ഞങ്ങൾക്ക് RBIയിൽ ഡിപ്പോസിറ്റ് ചെയ്യാൻ പറയും. എന്തിനാണ് ഡിപ്പോസിറ്റ് ചെയ്യുന്നത്? അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ ഡിപ്പോസിറ്റ് രണ്ട് തരത്തിലുണ്ട്. നെറ്റ് ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റി ആണ്. നമ്മൾ വേറെ പഠിക്കും, ഇവിടെ പറയുന്നില്ല, ചെറിയൊരു വീഡിയോ ആയതുകൊണ്ടാണ്. അപ്പോൾ ഈ എമൗണ്ട് നമ്മളിവിടെ ഡിപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് സംഭവിക്കും?
നമുക്ക് ആക്ച്വലി SBIക്ക് RBI പറയുന്നതിന് മുന്നേ നമ്മളെ കയ്യിൽ 10,000 കോടി രൂപയുണ്ട്. 3,000 കോടി രൂപ ഡിപ്പോസിറ്റ്, ഇനി 7,000 കോടി രൂപയേ ഉള്ളൂ. ഈ 7,000 കോടി രൂപ വേണം SBIക്ക് ലോണായിട്ട് കൊടുക്കുക. എന്താണ് ബാങ്കിൻ്റെ പരിപാടി? ലോൺ കൊടുക്കുക, ഇൻട്രസ്റ്റ് വാങ്ങുക, പൈസ എടുക്കുക, ഇൻട്രസ്റ്റ് വാങ്ങുക, പൈസ കൊടുക്കുക. ഇപ്പോൾ ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കുക, ഇൻട്രസ്റ്റിന് കൊടുക്കുക, തിരിച്ച് പൈസ വാങ്ങുക, അതാണ് പരിപാടി. അപ്പോൾ എന്ത് സംഭവിച്ചു? SBIക്ക് ഇന്നലെ വരെ 10,000 കോടി രൂപയുള്ളത് RBI പറഞ്ഞു നിങ്ങൾ 3,000 രൂപ ഞങ്ങൾക്ക് തരണം എന്ന് പറയുമ്പോൾ 7,000 കോടി രൂപ മാത്രമേ SBIയുടെ കയ്യിലുള്ളൂ ലോൺ കൊടുക്കാൻ. അപ്പോൾ അവർക്ക് എന്ത് വേണം? ലാഭം വേണം. അപ്പോൾ അവരെന്ത് ചെയ്യും? ഇൻട്രസ്റ്റ് റേറ്റ് അങ്ങ് കൂട്ടും. ഇന്നലെ വരെ 10% ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടായിരുന്ന ലോണിന് ഇന്നെന്താക്കും? 15 ആക്കും, 12 ആക്കും, 13 ആയിരിക്കും, 14 ആയിരിക്കും. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കും? ഞാനൊരു ലോണിനോ ബിസിനസ് ലോണിന് അല്ലെങ്കിൽ വീട് വെക്കാനോ കാർ ലോണിനോ വേണ്ടി ബാങ്കിനെ സമീപിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഇന്നലെ ഞാൻ ഒരു 10 ലക്ഷം രൂപ എടുക്കുമ്പോൾ 10% ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത് ഇന്ന് ഞാൻ 12, 13, 14, 15 ലക്ഷം രൂപ 15% ഇൻട്രസ്റ്റ് കൊടുക്കണം. അപ്പോൾ എന്ത് സംഭവിക്കും? ആൾക്കാർ മടിക്കും. നമ്മൾ പറയില്ല പൊതുവേ, ആ ബാങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ അവിടെ കത്തി റേറ്റ് ആണെന്നൊക്കെ പറയില്ല. ഇതന്നെയാണ് സംഭവം. അപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ ബാങ്കിൽ പോകാൻ മടിക്കും. ബാങ്കിൽ പോകാൻ മടിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ കയ്യിൽ പണമില്ലാതെയോ, സാധാരണ ജനങ്ങളിലേക്ക് പണമില്ലാതെ, അപ്പോൾ മണി സപ്ലൈ കൺട്രോൾ ചെയ്യാൻ പറ്റും. മണി സപ്ലൈ കൺട്രോൾ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം ഉള്ളിയുടെ കേസ്, 40 രൂപ ഉള്ളി ഉണ്ടായിരുന്നത് 10 പേര് വാങ്ങാൻ വന്നത് 100 പേരിലേക്ക് എത്തൂല, 100 പേര് വാങ്ങാൻ വരില്ല. അത് 40 എന്നുള്ളത് 10 പേര് എന്നുള്ള 20, 30 ആവും. കാരണം ലോൺ കയ്യിൽ പൈസ വേണ്ടേ? പൈസ വേണമെങ്കിൽ എന്ത് ചെയ്യണം? ആൾക്കാരുടെ കയ്യിൽ ബിസിനസ്സുകാർ പണം എടുക്കണം, എന്നിട്ട് അവർ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ബിസിനസ്സുകാർ പണം ബാങ്കിൽ നിന്ന് എടുക്കണം, എന്നിട്ട് അവർ കൺസ്ട്രക്ഷൻ നടത്തണം, അല്ലെങ്കിൽ വേറെ ബിസിനസ് നടത്തണം. അപ്പോൾ സാധാരണ ആൾക്കാർക്ക് പണി കിട്ടും, അതിലൂടെ ഇവർ സാധനങ്ങൾ വാങ്ങും. അപ്പോൾ മണി അങ്ങ് കൺട്രോൾ ചെയ്യാണ്. ഇത് വലിയ ടോപ്പിക്കാണ്, ജസ്റ്റ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. മണി നമുക്ക് കൺട്രോൾ ചെയ്യണം. മണി സപ്ലൈ കൺട്രോൾ ചെയ്തു. അപ്പോൾ എന്ത് സംഭവിക്കും? വിലക്കയറ്റം പിടിച്ചു വെച്ചു. ഈ വിലക്കയറ്റം പിടിച്ചു വെക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, എക്കണോമിക് ഗ്രോത്തിനെ ബാധിക്കും. അത് വേറൊരു കേസ്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ തന്നെയാണ്. ഇപ്പോൾ CRR പറഞ്ഞു, SLR സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, ഇത് സെയിം തന്നെയാണ് നേരത്തെ പറഞ്ഞത്. പക്ഷേ ഒരു വ്യത്യാസമുള്ള എന്താ പറഞ്ഞു? പെർസെൻറ്റേജ് ഓഫ് എമൗണ്ട് ദാറ്റ് ബാങ്ക് കീപ്പ് വിത്ത് ദംസെൽഫ്. അതായത് ബാങ്കിൽ തന്നെ ഡിപ്പോസിറ്റ് ചെയ്യണം. നേരത്തെ പറഞ്ഞ 10,000 കോടി രൂപയിൽ 3,000 കോടി രൂപ ബാങ്ക് എവിടെ ഡിപ്പോസിറ്റ് ചെയ്യണമായിരുന്നു? അത് RBIയിൽ ഡിപ്പോസിറ്റ് ചെയ്യണമായിരുന്നു. ഇപ്പോൾ എന്ത് സംഭവിക്കും? ബാങ്ക് ഈ പറയുന്ന 3,000 കോടി രൂപ, 10,000 കോടി ഉള്ളതിൽ SBI 3,000 കോടി രൂപ അവർ സ്വന്തം തന്നെ ഡിപ്പോസിറ്റ് ചെയ്താൽ മതി. RBI പോയി ഡിപ്പോസിറ്റ് ചെയ്യേണ്ട. RBI പറയുകയാണ് ഇങ്ങനെ പ്രശ്നമുണ്ട്, നിങ്ങൾ ഇൻഫ്ലേഷനാണ്, നിങ്ങളിങ്ങനെ ചെയ്താൽ മതിയോ. അപ്പോഴും സെയിം സംഭവം എന്ത് സംഭവിക്കും? SBIയുടെ കയ്യിൽ ഇന്നലെ 10,000 രൂപ ലോൺ കൊടുക്കാനുണ്ടായ SBIയുടെ കയ്യിൽ ഇന്ന് 7,000 രൂപയുള്ളൂ. അപ്പോൾ അവരെന്ത് ചെയ്യും? ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടും. ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുന്ന സമയത്ത് ബോറോവേഴ്സ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഞാൻ പണം എടുക്കാൻ പോകുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിൽ, ഹൈ ഇൻട്രസ്റ്റിൽ ലോൺ എടുക്കേണ്ട ആവശ്യം വരും. അപ്പോൾ ഞാൻ ലോൺ എടുക്കാൻ മടിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? മണി സപ്ലൈ കുറയും. മണി സപ്ലൈ കട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ മാർക്കറ്റിലേക്ക് പണം ഒഴുകാതെയാവും. പണം ഒഴുകാതാവുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? നമുക്ക് വിചാരിക്കുന്ന പോലെ ഈ ഡിമാൻഡ് കൂടില്ല, സാധനത്തിന് ഡിമാൻഡ് കൂടുതൽ. ഉള്ളിയുടെ വില ഒരു 40 എന്നുള്ളത് 45, 50 ഒക്കെ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് നിർത്താൻ പറ്റും. ഇതാണ് മോണിറ്ററി പോളിസിയുടെ ബേസിക് 2 ടൂൾ. ഇനി വേറെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്